ഓക്കെ. ഇന്ന് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് ബോട്ടിൽ ഗോഡ് ചിരക്കയാണ് കേട്ടോ. നല്ല വലിപ്പത്തിൽ നന്നായിട്ടുണ്ടായിട്ട് ചിരക്ക. ഇവിടെ ഒരു ചിരക്ക ഉണ്ടായിട്ട് കുറേ നമ്മൾ കാണാണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ നാശമായി പോവും. ഇതേപോലെ പുഴു കുത്തിയതും കൊള്ളി കുത്തിയതൊക്കെ ആയിട്ട്. ഇനിയുണ്ടോ? ഓ മൈ ഗോഡ്, ഇനിതേ കണ്ടോ? ഇതാണ് ബോട്ടിൽ ഗോഡ് ചിരക്ക. ചിലപ്പോൾ കോഴി വയ്ക്കും, മാന്തിയിട്ട് ഒരു വഴിയാക്കും അങ്ങനെ. പിന്നെ നമ്മുടെ ഫ്രൂട്ട് ചെടിയിൽ നിന്ന് 2 മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. 2 ഒന്നല്ല 2-3 കണ്ടോ? എന്താ പുളിയുള്ള സാധനം കഴിച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വീറ്റാന്ന് പറയാം. നമ്മുടെ കാപ്പിമേ നമ്മുടെ കോഫി പ്ലാന്റ് ഫുള്ള് കോഫി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് നല്ല നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ഉപയോഗിക്കും. നമുക്ക് അത്യാവശ്യത്തിന് കാപ്പിപ്പൊടി ഉണ്ടാവാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ നമ്മൾ പറയും ബബ്ലൂസ് നാരങ്ങ, ഇവിടെയുള്ള ആൾക്കാർ പറയും ചക്കോത്ത എന്നാണ് പറയുന്നത്. 2 ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് നല്ല നന്നായിട്ട് ടേസ്റ്റാന്ന് തോന്നിയാണ്. ഇപ്പോൾ കഴിക്കുമ്പോൾ എന്തോ പുളിയാണോ അങ്ങനെയൊക്കെ തോന്നും. കുട്ടിക്കാലത്തുള്ള ഇഷ്ടം വേറെ അല്ലേ, ഇപ്പോൾ അത്ര കൊള്ളില്ലാന്ന് തോന്നും. പൊട്ടിച്ചു. ഇനി കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്, അതുമുണ്ടായിട്ടുണ്ട്. പോമോഗ്രാനറ്റും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കണം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും നിൽക്കണേന്ന് അറിയാം കേട്ടോ. പോമോഗ്രാനറ്റ്, അയ്യോ അത് ഞാൻ പൊട്ടിച്ചു. ഇത് കിളി തിന്ന് ഓട്ടയും. ഇതാണ് ഇതവിടെ ഇരിക്കട്ടെ. കണ്ടോ? നല്ല ഭംഗിയാണ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പംകിനും ഉണ്ടായിട്ടുണ്ട് കുറച്ച്. മഴ കൂടിക്കഴിഞ്ഞാലും താഴ്ത്ത് വീണാലും ഇതേപോലെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇതേണ്ടോ? ഇതേപോലെ പ്രോബ്ലം ഉണ്ടാവും ഇതിന്. മറ്റേ സാധനങ്ങൾ വന്നിട്ട് കുത്തിയതിൻ്റെ ചെറിയ കുത്തി കഴിഞ്ഞാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങുമ്പോൾ ഇതേപോലെ ചീഞ്ഞു പോവും. നമ്മളെ പണിക്കും വ്യർത്ഥമാവും അത്. കണ്ടോ? ഞങ്ങളുടെ ഒരു കോഴിക്കുട്ടി ഉണ്ട്, ഫേവററ്റ് കോഴിക്കുട്ടിയെ. നമ്മളെ എത്തുന്നത് മാറില്ലല്ലേ, ഇങ്ങനെ പിടിക്കാൻ പറ്റുക. അവൾ എന്താ തിന്നാൻ കൊടുക്കുക, ഞാൻ എന്ത് തിന്നാൻ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പിന്നാലെ വന്നു.